നിങ്ങൾക്ക് എല്ലാവർക്കും മിസസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ 3 മെത്തേഡിൽ പിസ്സ ബേസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം മാവ് പൊങ്ങാൻ മണിക്കൂറൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പിസ്സ ഉണ്ടാക്കാം. ഓൺലൈനൊക്കെ പിസ്സ ഓർഡർ ചെയ്യുമ്പം നമ്മൾക്ക് വീട്ടിലെത്തിക്കുന്ന ആ സമയം കൊണ്ട് വളരെ കുറഞ്ഞ ചിലവിൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് അടിപൊളി ടേസ്റ്റിൽ പിസ്സ ഉണ്ടാക്കാം. അപ്പോൾ ആദ്യത്തെ മെത്തേഡിൽ പിസ്സ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ കേർഡ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ സോഡ പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സ്മെല്ലില്ലാത്ത ഏതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു മാവ് നമ്മൾ അല്പം ലൂസായിട്ടാണ് കുഴക്കുന്നത്. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കൈയിടുമ്പം പൊള്ളാത്ത അത്ര ചൂട്, ലൈറ്റ് ചൂടിലും കുറച്ചും കൂടെ ചൂട് വേണം. അത് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തത്. അപ്പം ഈ ഒരു പരുവത്തിൽ മാവ് ഇരിക്കണം. അപ്പം നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ട, ഇങ്ങനെ ഇത്രയും ലൂസായിട്ട് വേണം മാവ് ഇരിക്കാനായിട്ട്. ഇനി മാവിൻ്റെ മുകളിൽ അല്പം ഓയിലൊന്ന് തടയി കൊടുക്കാം. മാവ് ഡ്രൈ ആവാതിരിക്കാനാണ്. എന്നിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ സാധാരണ ഈസ്റ്റ് ചേർത്തിട്ടാണ് മാവ് കുഴച്ച് വയ്ക്കുന്നതെങ്കിൽ ഒരു 1 മണിക്കൂർ 1.5-2 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടി വരും. എന്നാലേ മാവ് പൊങ്ങി കിട്ടുള്ളൂ. ഇത് നമുക്ക് 20 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം. നേരത്തെ പോലെ തന്നെ നമുക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെയാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുഴച്ചിട്ട് അല്പം ഓയിൽ പരട്ടിയിട്ട് ഇതും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. നമ്മൾ പിസ്സ ഉണ്ടാക്കാൻ പോകുന്ന തവയിൽ കുറച്ച് നെയ്യോ ബട്ടറോ ഒന്ന് തേച്ച് കൊടുക്കാം. ഈ ഒരു ഇൻഡാലിയത്തിൻ്റെ പാൻ ചൂടാക്കി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ പിസ്സ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ച് എഡ്ജുള്ള പാനായത് കാരണം തവയുടെ അടിഭാഗം കവർ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് കമത്തിയാണ് ഇത് ചൂടാക്കാൻ വയ്ക്കുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് ഇതുപോലെ കമത്തി വയ്ക്കണമെങ്കിൽ ആ കോട്ടിംഗ് ഒക്കെ ആകെ പോകും. അപ്പോൾ ഇത് ഇൻഡാലിയത്തിൻ്റെ ആയതാണോ ഇങ്ങനെ വെച്ചത് കേട്ടോ. അപ്പോൾ ഇത് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വയ്ക്കാം. ഇതിപ്പോൾ നമ്മൾ ആദ്യം കുഴച്ച് വെച്ച ലൂസ് മാവാണ്. ഇത് നമുക്ക് ഇനി ആ തവയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കൈകൊണ്ട് ഒരേ കനത്തിൽ നമുക്ക് എല്ലായിടത്തേക്കും ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഇത് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൈ ഒന്ന് നനച്ച് പച്ചവെള്ളം ഒഴിച്ചൊന്ന് നനച്ച് കൊടുക്കുക. അല്ലെങ്കിൽ അല്പം ഓയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ കൈ ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്യിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് കുറച്ച് കനത്തിലാക്കി കൊടുക്കാം. ഇതുപോലെ ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഒന്നും പുറത്തേക്ക് പോവാതെ അല്ലെങ്കിൽ സോസ് ഒന്നും പുറത്തേക്ക് ഒഴുകാതെ ഇങ്ങനെ കിട്ടിക്കോളും. ഇതിൻ്റെ എഡ്ജിൻ്റെ ഇപ്പുറത്ത് വെച്ചൊരു സ്പൂൺ കൊണ്ടൊന്ന് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷേപ്പായിട്ട് കിട്ടും. ഞാനിപ്പോൾ സോസ് തേച്ചതിന് ശേഷമാണ് സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇനി നമുക്ക് ഇഷ്ടമുള്ള അളവിന് ചീസ് ഇട്ട് കൊടുക്കാം. ഇഷ്ടമുള്ള പച്ചക്കറികൾ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്യാപ്സിക്കം, സവാള, തക്കാളി ഇത് 3 മാത്രമാണ് ചേർത്ത് കൊടുത്തത്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചീസും കൂടെ നമുക്ക് ഏറ്റവും മുകളിൽ നിന്ന് വിതറി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് ഇത് ചൂടാക്കാൻ വെച്ചത്. ഇനി തവ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെച്ചെടുക്കാം. എന്നിട്ടൊന്ന് അടച്ച് മൂടി വയ്ക്കാം. ഇതിവിടെ ഒന്ന് വേകട്ടെ. അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ച മാവുണ്ടല്ലോ, അത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും കൂടി എടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ മാവ് നമുക്ക് 2 ഈക്വൽ പാർട്ടാക്കാം. ഇതുകൊണ്ട് നമുക്ക് 2 മീഡിയം സൈസ് പിസ്സ ഉണ്ടാക്കാം.
ഇത് ഒന്നും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. അതിനു മുമ്പ് നമുക്ക് ഇത് കുക്ക് ചെയ്യാനുള്ള സോസ് പാൻ ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം. അതിനകത്തേക്ക് ഒരു ഗ്രിഡ് പ്ലേറ്റ് എടുത്ത് വയ്ക്കാം. ഇതൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വയ്ക്കാം. ഇതിനു മുമ്പ് ഞാൻ പിസ്സയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് പിസ്സ സോസും മൊസറല്ല ചീസും ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ റെസിപ്പിയും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഞാനിതിപ്പോൾ കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു കേക്ക് മോൾഡിലാണ്. നമ്മൾ തവയിലാണ് അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണോ കുക്ക് ചെയ്യുന്നത് അതനുസരിച്ചുള്ള വട്ടം ഈ ഒരു മാവിന് നമുക്ക് വട്ടത്തിലാക്കി പരത്തിയെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പൊടിയും കൂടി വിതറി കൊടുത്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മൈദപ്പൊടി വിതറി ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത്രയും വലിപ്പം മതിയാകും. ഇനി നമുക്ക് ആ കേക്ക് ടിന്നൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇതിനി എന്നിട്ട് അതിൻ്റെ സൈഡിൽ നമുക്ക് ഇതുപോലെ ഒന്ന് അതിൻ്റെ എഡ്ജ് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഒരു ഫോക്ക് ഉപയോഗിച്ചിട്ട് ഇടയ്ക്ക് ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ചപ്പാത്തി പൊങ്ങണ പോലെ ഇത് വല്ലാണ്ട് പൊങ്ങിപ്പോവും. ഇനി സോസ്, ചീസ്, വെജിറ്റബിളൊക്കെ അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് ടൊമാറ്റോ സോസ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പാൻ 10 മിനിറ്റ് ചൂടാക്കിയിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ. ഇനി ആ കേക്ക് മോൾഡ് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂടി വയ്ക്കാം. ഒരു 15 മിനിറ്റ് മാത്രം വേണ്ടി വന്നുള്ളൂ ഇത് കുക്കാനായിട്ട്. ഗ്ലാസ് ലിഡ് ആയതാണ് നമുക്കിത് പുറത്തുനിന്ന് തന്നെ നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് കുക്കായോന്ന്. അപ്പോൾ ആദ്യം വെച്ച പിസ്സ റെഡി ആയിട്ടുണ്ട്, കുക്കായി കിട്ടിയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് വേകാനായിട്ട് 25 മിനിറ്റ് സമയമെടുത്തു. അപ്പോൾ 2 വെജ് പിസ്സ റെഡി ആയിട്ടുണ്ട്. ചിക്കനൊന്നും വേണമെന്നില്ല, അല്ലാതെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. ഇനി നമ്മൾ കുഴച്ച് വെച്ച ആ മാവിൻ്റെ പകുതി ഉണ്ടല്ലോ, അത് ഞാനൊരു തവയിലാണ് വേവിക്കാൻ വെച്ചത്. അപ്പം ഇതും അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതും ഒരു 15-16 മിനിറ്റ് സമയമെടുത്ത് വേവാനായിട്ട്. നമ്മൾ ഫ്ലെയിം സെറ്റ് ചെയ്യുന്നതനുസരിച്ചും പിന്നെ വയ്ക്കുന്ന പാത്രത്തിൻ്റെ ചൂടനുസരിച്ചും വേകുന്ന ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും കേട്ടോ. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് പാത്രമാണോ അതിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 2 മെത്തേഡിൽ നമ്മൾ പിസ്സ ബേസ് ചെയ്ത് നോക്കി. ഇനിയിപ്പോൾ ഒരു മെത്തേഡും കൂടി കാണിക്കുന്നുണ്ട്. അത് ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. നമുക്കൊരു 2 മിനിറ്റിൽ ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം പിസ്സയ്ക്ക് വേണ്ടിയുള്ള. അപ്പോൾ അതിന് 1 കപ്പ് മൈദ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 മുട്ട നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ സോഡാപ്പൊടിയോ ബേക്കിംഗ് സോഡയോ ഈസ്റ്റൊന്നും ചേർക്കുന്നില്ല, മുട്ടയും ഓയിലും ആണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് പച്ചവെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സിയിലിട്ട് അടിക്കുമ്പോൾ അടിയിലിങ്ങനെ മൈദ പറ്റിപ്പിടിച്ചിങ്ങനെ ഇരിക്കും, നനയാണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. വെള്ളം പോരെങ്കിൽ മാത്രം കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് തവ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി ആ അടിച്ച മാവിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വല്ലാണ്ട് ലൂസായി പോകരുത് മാവ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതൊന്ന് കൈവച്ച് നന്നായിട്ട് പരത്തി കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ സവാള, ക്യാപ്സിക്കം, തക്കാളി ഇവ ചെറുതായിട്ട് കട്ട് ചെയ്ത് വിതറി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലും കുറച്ചും കൂടെ വെജിറ്റബിൾ വിതറി കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് ചീസ് സ്ലൈസസും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും പിസ്സയ്ക്ക്. ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അപ്പം നേരിട്ട് സ്റ്റൗവിൽ വെച്ചാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. വെരി ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഒരു 8 മുതൽ 12 മിനിറ്റ് വരെ സമയം മതി ഇത് കുക്കാവാനായിട്ട്. ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച മെത്തേഡിൽ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ 3 മെത്തേഡിലും നിങ്ങളെല്ലാവരും പിസ്സ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്